അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിൽ പല ആളുകൾക്കുമുള്ള ഒരു വലിയ അബദ്ധം എന്താണെന്നറിയോ? നമ്മൾക്ക് ചിലപ്പം ശത്രുക്കൾ ഉണ്ടാവും. ആ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ നമ്മൾ മറ്റൊരു ശത്രുവിനെ നമ്മൾ കൂട്ടുപിടിക്കും, അഥവാ നമ്മളെ മിത്രമാക്കി കൊണ്ടുവരും. അങ്ങനെ മിത്രമാക്കി കൊണ്ടുവരുന്ന ശത്രു നമ്മളെ ആവശ്യത്തിന് നമ്മൾ മിത്രമാക്കിയതാ, അയാൾക്ക് നമ്മോടുള്ള ശത്രുത മാറിയിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ അവസരം കിട്ടിയാൽ നമ്മളെ പരാജയപ്പെടുത്താനും അയാൾ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ നാം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അദ്ദേഹത്തോട് പറയുമ്പോഴും നല്ലോണം 2 വട്ടം നമ്മൾ ആലോചന നടത്തിയിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ. ഏതൊരു കാര്യം ഏൽപ്പിക്കാനും പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ഞാനൊരു കഥ പറയാം. ഒരു കാട്ടിൽ ഒരു അരുവിയുടെ ചാരത്ത് ഒരു കുതിരയും ഒരു പന്നിയും എത്തി. രണ്ടുപേരും ആദ്യമായിട്ട് കാണുകയാണ്. രണ്ടുപേരും വെള്ളം കുടിക്കാൻ വന്നു. അങ്ങനെ രണ്ടുപേരും പരസ്പരം സംസാരിച്ച് വലിയ കൂട്ടുകാരായി. അവർ പിന്നെ ആ ബന്ധം വലിയ ബന്ധമായി, എപ്പോഴും പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്തൊരു ബന്ധത്തിലേക്ക് എത്തി. ഒരു ദിവസം അവർ തമ്മിൽ ഏതോ ഒരു ചെറിയൊരു വിഷയത്തിന് വേണ്ടി തർക്കം നടന്നു. ആ തർക്കം വലിയ തർക്കമായി അവസാനം അടിപിടിയിൽ അത് കലാശിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും വേർപിരിഞ്ഞു. ഈ കുതിരയോടുള്ള വെറുപ്പ്, ദേഷ്യം തീർക്കാൻ കുതിരയുടെ പുല്ലും വെള്ളവും ഒക്കെ ഈ പന്നി നശിപ്പിക്കാൻ തുടങ്ങി. സഹികെട്ട് അവസാനം ഈ കുതിര സഹികെട്ടു. വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, പുല്ല് തിന്നാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലെത്തിയപ്പോൾ ഈ പന്നിയുടെ ശല്യം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് ചിന്തിച്ച ഈ കുതിര അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ആ കാട്ടിലൂടെ ഒരു വേട്ടക്കാരൻ കടന്നു വരുന്നത്. ഈ വേട്ടക്കാരനെ കണ്ടപ്പം ഈ കുതിര ആ വേട്ടക്കാരനോട് പറഞ്ഞു, അല്ലയോ സഹോദര, എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ? എന്നെ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു പന്നിയുണ്ട്, അതിന് നശിപ്പിച്ചു കളയണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ വേട്ടക്കാരൻ പറഞ്ഞു, ഓക്കെ, ഞാൻ ഏറ്റെടുക്കാം. പക്ഷെ എനിക്ക് 2 കണ്ടീഷനുണ്ട്. ഒന്നെന്താണ്? ഒന്ന്, നിന്റെ പുറത്ത് ജീന് കെട്ടാനുള്ള അവസരവും, മറ്റൊന്ന് നിനക്ക് മൂക്കയറിടാനുള്ള അവസരവും തരണം. കാരണം ജീന് കെട്ടിൻ്റെ പുറത്ത് കയറിയിരുന്ന് മൂക്കയറിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോഴാണ് ആ പന്നിയെ കൊല്ലാൻ എനിക്ക് സാധ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ കുതിര പറഞ്ഞു, ആയിക്കോട്ടെ, എനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞാനത് തയ്യാറാണ്, എനിക്ക് ആ ശല്യമൊന്നും ഇല്ലാതെയായി കിട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വേട്ടക്കാരൻ അതിൻ്റെ പുറത്ത് കയറിയിട്ട് എന്ത് ചെയ്തു? ഈ ജീനൊക്കെ കെട്ടി മൂക്കയറൊക്കെ ഇട്ട് അങ്ങനെ ഇതിൻ്റെ പുറത്ത് കയറി ആ പന്നിയെ വകവരുത്തി. ആ വകവരുത്തിയതിന് ശേഷം ഈ ഒരു കുതിര അദ്ദേഹത്തോട് വളരെ സന്തോഷത്തോടു കൂടെ, എനിക്ക് വലിയ സന്തോഷമായി, എന്നെ രക്ഷപ്പെടുത്തി തന്നല്ലോ, നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ, എന്നിട്ട് പറഞ്ഞു, എനിക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ട്, ഈ ജീനൊന്ന് കെട്ടയച്ചു തരുമോ, എൻ്റെ മൂക്കയറൊന്ന് അയച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അയാളുടെ ഭാവം മാറുകയാണ്. അയാൾ ഈ കുതിരയെ മൂക്കയറിട്ട് പിടിച്ച് അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു അടിമയെ പോലെ ജോലി ചെയ്യിപ്പിക്കുകയാണ്. സാധാരണ കാട്ടിൽ നിന്ന് നല്ല പുല്ലും വെള്ളവും തിന്നിരുന്ന ഈ ഒരു കുതിര അവസാനം ഉണക്കപ്പുല്ലും അതുപോലെ കാടി വെള്ളവും കുടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. ഇവിടെ ഈ വേട്ടക്കാരൻ ഇവിടെ നമ്മുടെ ശത്രുവായിരുന്നു, പക്ഷെ മിത്രമാക്കിയതാണ്. മിത്രമാക്കുമ്പോൾ ഈ കുതിര ആലോചന നടത്തിയില്ല എന്നുള്ളതാണ്